ഒരുമിച്ച് ഇത്രയും നേരം ഇരുന്ന് രാവിലെ മുതൽ നമ്മൾ വൈകിട്ട് വരെ ഒരുമിച്ചിരുന്ന് സഹകരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ സമയമായപ്പോഴത്തേക്ക് ഒത്തു പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പന്നപ്പരടി ഇരുന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ഓ വരുന്നു എന്തോ കയറി വരട്ടെ ഇങ്ങോട്ട്. നീ എൻ്റെ അടുത്ത് അണ്ണ അണ്ണ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ. പന്നപ്പരടി കാണിക്കുന്നത് നമുക്ക് ഒത്തു പോകുന്നില്ല ആശാനെ പറഞ്ഞു. ആശാൻ എന്നിട്ട് എന്തൊരു പരിപാടി ആശാനെ കാണിച്ചു, ഒരു പന്നപ്പരടി കാണിച്ചു. എൻ്റെ പൊന്നാണ് നിങ്ങൾ എത്ര നേരം കൂടി ഞാൻ ഇവിടെ നോക്കിക്കോ അറിയാം. അന്ന് ഇയാൾ പൂട്ടാനെ കൊണ്ട് കണ്ടെത്തി ഇറങ്ങിപ്പോയി. ഞാൻ ഇപ്പൊ കയറി വരാന്നില്ലേ പറഞ്ഞത്. നീ അങ്ങോട്ട് നീ തിരിയുന്നതിന്റെ മുമ്പ് എത്ര പ്രാവശ്യം വിളിച്ച് ഇയാൾ തിരിഞ്ഞു ഇയാൾ നോക്കിയോ? ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ഇയാൾ വേറെ കാണുന്ന അവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് ഇയാൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം കാണാത്ത രീതി മൈൻഡ് ചെയ്യാതെ ഇയാൾ ഇറങ്ങിപ്പോയത്. എൻ്റെ പൊന്നാണ് നിങ്ങൾ എന്തിനാ ഈ തൊട്ടനും പിടിച്ചതിനൊക്കെ അവിടെ കണ്ടാക്കാൻ നിൽക്കുന്നത്? ഒരു ചായ കുടിക്കാനല്ലേ പോയുള്ളൂ, അല്ലാതെ വേറെ പണിക്കൊന്നും പോലും ഇത് കൊതുക്കത്. എന്നാലും പന്നപ്പരോടെ ഇയാളെ കാണിച്ചു. എന്നാ നിങ്ങൾ ചായ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചുണ്ടല്ലേ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് പോകണം. ഒത്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തു തന്നെ പോകണം. അല്ലാതെ അതാ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രായം നോക്കിയല്ല അങ്ങനെ ആവരുത്. സോറി അതല്ല ഈ റബ്ബറൊക്കെ നോക്കണം, ഇവരൊക്കെ വെട്ടി നശിപ്പിച്ചോളാം. ഇന്ത്യ ഉണ്ടാക്കുമായിരുന്നു. നമ്മളൊന്നും വെട്ടുന്ന ഇങ്ങനൊന്നും അല്ല. നമ്മൾ വെട്ടാൻ നമ്മൾ കുറേ വെട്ടിയിട്ടുള്ളതാണ്, അറിയാമോ? ഇയാളെ വെട്ടിയൊക്കെ കുറെ ഞാൻ കണ്ടത്. ഞാൻ വീണ്ടും ഇയാളെന്തൂടെ ഇയാൾ അങ്ങനെ ഇയാൾ സംസാരിച്ചു വരുന്നതൂടെ റബ്ബറിന്റെ കാര്യമെന്ന് പറഞ്ഞ ഇയാളെന്തോ അങ്ങ് ചൂടായിട്ട് സംസാരിക്കുന്നത് ഇയാള്. കൊതു കടിക്കോ? നിങ്ങൾക്ക് മറ്റേ സൗണ്ട് വർക്കൊന്നും വറക്കൊക്കെ ഉണ്ടായിരുന്നടാ. സംഭവം എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിയാൻ എന്ന് പറഞ്ഞ വയ്യ. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിച്ചില് എന്തൊരു സംസാരോടെ സംസാരിക്കും. ഉറക്കൊഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ഉറക്കമില്ല. അങ്ങ് കൊട്ടാരിക്ക സൈഡിലായിരുന്നു വർക്ക്, അവിടെ നിന്ന് ഉറക്കമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ വർക്ക് കഴിഞ്ഞാൽ കണ്ണാക്കി സൗണ്ടിലോട്ട് വന്നു. അതൊരു പുതിയൊരു സൗണ്ട് തുടങ്ങി, കണ്ണാക്കി സൗണ്ട്. അപ്പോൾ ആ വർക്കിന് വേണ്ടി പോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ ഉറക്കൊഴിച്ചിരുന്നില്ല. ഇത് നമ്മൾ ആദ്യം അങ്ങ് തമ്പരാൻ സൗണ്ടിലായിരുന്നു. പറഞ്ഞപ്പോൾ ഉടനെ നമുക്കൊരു പള്ളിയിലെ വർക്കുണ്ട്. DJ വർക്കിനൊക്കെ പോകണം. ഇല്ല, DJ വർക്കിന് വലിയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അത്രയ്ക്കുള്ള ഇതൊന്നും നമ്മളായിട്ടില്ല. DJയുടെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ ചെയ്യുന്നുണ്ട്. അല്ല, ഇതിലൊന്നും ആരും ജനിച്ചപ്പോഴേ പഠിച്ചു വന്നവരൊന്നും അല്ല, അറിയാമോ? അറിയാത്ത എന്തൊരു സംസാരം ഇയാളെ സംസാരിക്കുന്നത്. പാട്ട് വെക്കുമ്പോ കേൾക്കുന്നില്ലെന്ന് മാത്രം നോക്കിയാ പോരെ. ഇയാളടുത്ത് എന്തൊരു പറയുമ്പോ ഉടനെ ഇയാൾക്ക് എല്ലാത്തിനും കൂടെ അടുത്ത ഓപ്പറേറ്റർ വന്നല്ലോ. അടുത്ത പരിപാടിക്ക് എവിടെ ഓപ്പറേറ്റർ പരിപാടി? നമ്മളെ കുരിശിന്റെ അവിടെ അവിടെ എന്തോ കല്യാണം വല്ലോ? പന്തല് സീറ്റ് അളക്കണം, എത്ര സീറ്റ് വേണം എന്നൊക്കെ അറിയണം. എന്തോ കല്യാണം വല്ലോ വന്നോളോ? പള്ളി പരിപാടി. ഞാനോ ഒരാഴ്ചനെ അതിന്റെ പന്തലിന്റെ പണി നമ്മളെന്തോ ഇന്ന പണി മാത്രമൊന്നല്ല, നമ്മളെ എന്ത് പണിയും ചെയ്യാൻ തയ്യാറാ, അതറിയാമോ? അല്ലാതെ ഇയാള് മാത്രം ഐസ് കട്ട പെയിന്റ് അടിച്ചു നടക്കുന്ന സ്വഭാവം നമുക്കില്ല. എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നു. എത്ര